ഗോവിന്ദ നാരായണ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അയ്യോ പെട്ടെ കുടിഞ്ഞ മഴയാണേ കത്തോളേ എന്നെ. അയ്യോ എന്നോട് ചെറുക്കനെ കാണുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട അവസ്ഥയായി. ഞാൻ മൂന്നിന് എവിടെ പോയി കണ്ടോ ആവോ. എന്റെ വീട്ടുകാരോട് ഇനി എന്ത് പറയുവോ ദൈവത്തിനറിയാം. മര്യാദക്ക് വീട്ടിൽ കന്നുറങ്ങണ ഞാനാ. എന്തിന്റെ കേടാ എനിക്ക്. അപ്പൊ നടുകടലിൽ വന്ന് കിടക്കുന്ന അവസ്ഥ കണ്ടില്ലേ എന്റെ കൃഷ്ണ കത്തോളേ. അയ്യോ ഓ എന്തൊരു മുടിഞ്ഞ മഴയാത്. വന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ചൂണ്ടയിടാൻ തുടങ്ങിയത് മഴ പെയ്തു. ഈ മത്തിക്കുഞ്ഞിനെ പോലും കിട്ടൂല. ഇന്നത്തെ കാര്യം വകുപ്പില്ല. ഓ എത്ര നാൾക്ക് ശേഷം ഒരു ആൾത്താമസം ദൈവം കാണുന്നു. ഗാന്ധി മാമന്റെ നിൽക്കുന്നു. നമ്മളെ ചോദിച്ചു നോക്കാം. കഴുത്ത് ഓടിക്കാൻ കുറെ വർഷങ്ങളായി കണ്ടിട്ട്. മാമാ മാമാ മാമ എന്നെ ചേട്ടാ 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേട്ടാ ചേട്ടാ. ഞാൻ കുറെ കാലമായിട്ട് ഇവിടെ ഈ ഒരു കടലിൽ കൂടെ തുഴഞ്ഞു നടക്കുക. എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ വീട് എവിടാന്ന്. ഒരു കൊടുക്കാഞ്ചി പെട്ടുപോയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ വീട് എവിടാന്ന്. എനിക്കിപ്പോ ഡയറക്റ്റ് ദിശ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോ എവിടെ എത്തിപ്പെട്ടെന്നും എനിക്ക് അറിഞ്ഞുകൂടാ ചേട്ടാ. ചേട്ടൻ ആരാന്നും എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. ഞാനിപ്പോ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. എനിക്ക് അറിഞ്ഞുകൂടാ ചേട്ടാ. എടാ എന്ത് ചേട്ടൻ കൂടെ വന്ന ചെറുക്കനെ പോലും ഇപ്പൊ കാണുന്നില്ല. ചേട്ടൻ എന്റെ സ്ഥലം പറഞ്ഞാൽ അറിയായിരിക്കും. സ്ഥലത്തൊരു വലിയ മന്ത്രവാദി ഉണ്ട്. അവന്റെ പേര് മിസ്റ്റർ ആയി എന്നാ. പണ്ടൊരു കോക്കാച്ച് പ്രേതത്തെയൊക്കെ പിടിച്ചിരുന്ന ചെറുക്കൻ. ഞാൻ അറിയായിരിക്കും, നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ വിശ്വാസം നിങ്ങൾക്ക് അറിയായിരിക്കും. രക്ഷിക്കാട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് വീട്ടിൽ പോണ ചേട്ടാ. കച്ചവട ചേട്ടാ, പ്ലീസ് ചേട്ടാ. എനിക്ക് മഴ പേടിയാ ചേട്ടാ. അതൊക്കെ നിക്കട്ടെ നീ ഏതാ? ചേട്ടാ ചേട്ടാ എന്റെ പേര് ബ്രൂക്സ്. ഞാൻ അടുത്തായിരിക്കും ചെറിയൊരു തുരുത്തിന്ന് വരിക ചേട്ടാ. ചേട്ടാ ഞാൻ എന്റെ അരിന്റെ വലിയ സംഭവം കേട്ടാ. ഞാൻ അവിടുന്ന് ഒരു യാത്രക്കായിട്ട് ഇറങ്ങിപ്പെട്ടതാ ചേട്ടാ. അവിടുന്ന് ഇറങ്ങി ഒരു കൊടുങ്കാച്ചി പെട്ടുപോയി ചേട്ടാ. ഞാൻ എന്ത് ചേട്ടാ പോവല്ലേ ചേട്ടാ. കഥ എഴുതോ ചേട്ടാ പോവല്ലേ. എനിക്കൊന്നും വയ്യ. ഇനി നിന്റെ നാട്ടിൽ കൊണ്ടിട്ടാണ് അടുത്ത പ്രശ്നം ഉണ്ടാകാൻ. ചേട്ടാ ചേട്ടാ ഞാൻ വലിയ മിസ്ത്രി സ്വാമിയുടെ ആളാ ചേട്ടാ. ഞാൻ അറിയത്തില്ലേ, വലിയ പ്രേത്തൊക്കെ പിടിച്ച ആളാ. വലിയ സംഭവം പുള്ളിക്കാരൻ. അവന്റെ ഒരു മിസ്റ്ററായും ഗോക്കാച്ചിയും പിള്ളാരെ പറ്റിങ്ങനെ കഥയായിട്ട് ഇറങ്ങിയിരിക്കവേ. ചേട്ടാ ചേട്ടാ സത്യമായിട്ട് എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാര്യമാണ് ചേട്ടാ. സത്യമായിട്ട് എന്റെ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ട ആ ചേട്ടൻ കോക്കാച്ചി മാമനെ പിടിച്ചു വെക്കുന്നത്. അതിനെ പിടിച്ച് ഏതോ ദൂരെയുള്ള ദ്വീപിൽ കൊണ്ട് വെച്ചെന്നാണ് ഞങ്ങളോട് പറഞ്ഞേക്കുന്നത്. ഒന്ന് പോടാൻ വരെ മാത്രം ഇനി പണ്ടേ ഇവിടെ ഇപ്പാ. ചേട്ടാ ചേട്ടാ പയ്യെ പോയേട്ടാ. ഞാൻ പുതിയതാ. ഇപ്പോഴൊന്ന് വേഗം നാടേക്കാ. മഴ നനഞ്ഞ എനിക്ക് പനി പിടിക്കും. അതിന് ചേട്ടാ ചേട്ടൻ എന്റെ മരത്തുന്നല്ലേ മീൻ പിടിച്ചു ഇത്ര നേരം. എന്ത് ചെയ്യാനാ മോനെ, ഇതൊക്കെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. അണ്ണാ റോസണ്ണ ഓടി അണ്ണാ, ഇവിടെ ഒരു ചെക്കൻ വന്ന് കോക്കാച്ചി കഥയൊക്കെ പറയണ്. അണ്ണാ റോസണ്ണ ഓടി അണ്ണ, എവിടെന്നോ ഒരു ചെക്കൻ വന്നിട്ട് കോക്കാച്ചി കഥയൊക്കെ പറയണ്. അന്നാ അവൻ നമ്മുടെ നാട്ടിലെന്നാ ഷോ ഇറക്കണേ. നമുക്ക് വെറുതെ നാടിയാ കൊല്ലം ചെയ്യണ്ടേ. നടക്കണ നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. അതിപ്പോ സാധനം കൊള്ളാമല്ലോ കളിക്കാൻ. കളിക്കാൻ സാധനമാണോ? കൊള്ളാമല്ലോ, ഇതൊന്ന് പഠിക്കണമല്ലോ. വീട്ടിൽ പോകാൻ നേരം ഇതൊന്ന് ഉണ്ടാക്കി വെച്ച് പിള്ളേരെ പറ്റിക്കാൻ. നീ ആറാ, നിനക്കെന്താ ഇവിടെ കാര്യം? അവൻ അതിന്റെ ഇടയ്ക്ക് വെള്ളച്ചിലെടുക്കുന്നു. ചേട്ടാ ചേട്ടാ ഞാൻ പാവം എന്നെ കൊല്ലില്ല ചേട്ടാ. ഞാൻ ഏതോ ദിശ മാറി ഇങ്ങോട്ട് എത്തിപ്പോയത് ചേട്ടാ. ആ നീയൊക്കെ ആ തൊപ്പി വെച്ച മീൻകാരൻ ചേട്ടനെ കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നു പോയത് ചേട്ടാ. എനിക്ക് ഒന്നും അറിയത്തില്ല ചേട്ടാ. ഞാൻ ഏതോ ഭാഗ്യക്കേട് നിർഭാഗ്യ നിമിഷത്തിന് നശിച്ചത്. നല്ല സ്ഥലത്ത് നമ്മൾ കാല് കുത്തിപ്പോയത് ചേട്ടാ. പ്ലീസ് ചേട്ടാ ചേട്ടാ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വലിയ സംഭവം ചേട്ടാ. നിങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെക്കാട്ടിലും കെൽപ്പുള്ള ആൾക്കാരാണ് നിങ്ങള്. ഐ മീൻ കെൽപ്പ് എന്ന് പറഞ്ഞാൽ ആ കെൽപ്പത്തിൽ ചേട്ടാ നിങ്ങൾക്ക് പ്രാവൃത്തി ഉണ്ട് ചേട്ടാ. നിങ്ങൾ എന്നെക്കാളും എന്നെ എക്സിറ്റ് ആയിട്ട് എനിക്ക് വീട്ടിൽ പോകണം ചേട്ടാ. കഷ്ടമുണ്ട് ചേട്ടാ. പാവം ചേട്ടാ, പ്ലീസ് ചേട്ടാ.
ഒരു വഴിയുണ്ട്, നീ അങ്ങനെ ഇവിടെ വാ. ചേട്ടാ ദിവസങ്ങളായിട്ടാ ഫുഡ് കഴിച്ചിട്ട് ചേട്ടാ, അതുകൊണ്ടൊക്കെ ഇത്ര സന്തോഷം ചേട്ടാ.